ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 മരണം. മാവേലിക്കര സ്വദേശികളായ അരുൺ, ഹരി, രമാമോഹൻ, ബിന്ദു, സംഗീത് എന്നിവരാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 30 അടി താഴ്ചയിലേക്ക് ബസ് മറിയുകയായിരുന്നു. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മന്ത്രി KB ഗണേഷ് കുമാറാണ് നിർദ്ദേശം നൽകിയത്. സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സുബിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇന്ന് പുലർച്ചെ 6:30 കൂടിയാണ് ഇത്തരത്തിൽ കുട്ടിക്കാനം കഴിഞ്ഞ ശേഷം പുല്ലുപാറയോട് ചേർന്ന് കൊക്കയിലേക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. നിയന്ത്രണം വിട്ട ബസ് ഈ 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പ്രധാനമായും ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം. ചെങ്കുത്തായ ഇറക്കമാണ്, ഒരു മലയുടെ ശേഷമാണ്. ആ ചെരുവിലൂടെയുള്ള റോഡിൽ നിന്നാണ് ഈ ക്രാഷ് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഈ വാഹനം താഴേക്ക് മറിഞ്ഞത്. മുൻഭാഗം കുത്തിയ ശേഷം വട്ടം അടിച്ചാണ് ഈ വാഹനം താഴെ പതിച്ചത്. ഈ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒരു വശത്തേക്ക് തന്നെ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഈ സമയത്ത് ഈ തലയിലേറ്റ ക്ഷതമാണ് ഈ മരിച്ച 4 പേരുടെയും മരണത്തിനിടയാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ വാഹനത്തിൽ വരുന്ന ആളുകളെല്ലാം തന്നെ മാവേലിക്കരയിൽ നിന്നുള്ള സഞ്ചാരികളാണ്, അതായത് തീർത്ഥാടകരാണ്. അവർ തഞ്ചാവൂരിൽ തീർത്ഥാടനത്തിന് പോയ ശേഷം തിരികെ വരുന്ന വഴിയാണ്. തഞ്ചാവൂരിൽ നിന്ന് മധുര എത്തിയിട്ട് മധുരയിൽ നിന്ന് കുമളി വഴിയാണ് അവർ തിരികെ മാവേലിക്കരയിലേക്ക് പോകുന്നത്. തിരികെയുള്ള യാത്രയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ വാഹനത്തിന്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർ കുമളിയിൽ നിന്നാണ് രണ്ടാമത് ഈ വാഹനം ഓടിക്കുന്നതിനായി കയറുന്നത്. അതുകൊണ്ട് തന്നെ താൻ എല്ലാ വിധത്തിലുള്ള ഫ്രഷ് മൈൻഡിലുമായിരുന്നു വാഹനം ഓടിക്കുന്നത്. പെട്ടെന്ന് ഈ വാഹനത്തിനുണ്ടായ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായും മരിച്ചിട്ടുള്ളത് ഈ മാവേലിക്കര സ്വദേശികളായ അരുൺ, ഹരി, രമാമോഹൻ, സംഗീത്, അതുപോലെ തന്നെ ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. ഈ ബിന്ദു നാരായണനെ ഈ പാലായിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മറ്റു 2 പേരെ നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ തലയ്ക്ക് പരിക്കുണ്ട്. ആ പരിക്ക് ഉള്ളത് കൊണ്ടാണ് ഇവരെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് അതുപോലെ തന്നെ പോലീസും കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രാഥമികമായി അവർ പറയുന്നതും ഇത്തരത്തിൽ ഒരു വാഹനത്തിന്റെ ബ്രേക്ക് പോയത് തന്നെയാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിൻ പ്രകാരമുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ റോഡിന്റെ അശാസ്ത്രീയതയും അതുപോലെ തന്നെ ഈ ക്രാഷ് ബാരിക്കേഡുകളുടെ ഒരു ബലമില്ലായ്മയും ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അപകടത്തിന്റെ ഇത്രത്തോളമെങ്കിലും തീവ്രത കൂട്ടിയത് ആ ഒരു ക്രാഷ് ബാരിക്കേഡിന്റെ ആ ഒരു ബലമില്ലായ്മയാണ്, കട്ടിയില്ലായ്മയാണ് എന്നുള്ള ആരോപണം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. നിരന്തരമായി പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ റോഡുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ പരാതികളിലൊന്നും വേണ്ട നടപടി സ്വീകരിക്കാൻ ഈ ദേശീയപാത അതോറിറ്റി തയ്യാറായില്ല നടക്കുമുള്ള ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഈ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.